സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ മറ്റൊരു വിഷയം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരത ഋഷിമാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഏത് സാഹചര്യത്തിലാണ് തിരിച്ചറിഞ്ഞത്, എന്താണ് അതിൻ്റെ വിഷയം എന്ന് സംസാരിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു വിഷയവുമാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. സനാതന ധർമ്മം എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സനാതനധർമ്മം അശ്ലീലമാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അത് കുഷ്ഠരോഗം പോലെയാണെന്ന് മറ്റൊരാൾ പറഞ്ഞു. മുഖ്യമന്ത്രി മോശമായി പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ മോശമാക്കി പറഞ്ഞു. ഒരുപാട്, അതായത് ബ്രാഹ്മണ സമൂഹത്തെയും ജാതി വ്യവസ്ഥയുടെ ദുഷിപ്പിനെയുമൊക്കെ, അല്ലെങ്കിൽ മതവ്യവസ്ഥയുടെയൊക്കെ ദുഷിപ്പിനെയൊക്കെ എതിർക്കുന്നതിന് വേണ്ടി ആദ്യം എതിർക്കുന്നത് സനാതനധർമ്മത്തെയാണ്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പോലും ഇതിനെ എതിർക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ സനാതനധർമ്മം? വളരെ ചുരുക്കം വാക്കുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ പൂർവികർ വളരെ പിറകിലോട്ട് പോയാൽ വനാന്തരങ്ങളിലാണ് താമസിച്ചിരുന്നത്. രണ്ട് കാര്യങ്ങളെ അവർക്കറിയാമായിരുന്നുള്ളൂ. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള, ഭക്ഷണം ഉൾപ്പെടെയുള്ള യാതൊരു വസ്തുക്കളും അന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഏറ്റവും ആദിമ മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. അവർ കായ്കനികൾ കഴിക്കുക, കാട്ടരുവിൽ വെള്ളം കുടിക്കുക, എവിടെയെങ്കിലും മൃഗങ്ങളുമായി മല്ലടിച്ചുകൊണ്ട് എവിടെയെങ്കിലും സുരക്ഷിതമായി നിൽക്കുക. പലപ്പോഴും മരങ്ങളുടെയൊക്കെ മണ്ടയിലായിരുന്നു. കാര്യം താഴെയാണെങ്കിൽ മൃഗങ്ങൾ കൊണ്ടുപോകും. അവിടെ നിന്ന് തുടങ്ങി സ്വാഭാവികമായിട്ട് അവിടെ അങ്ങനെ ജീവിച്ച മനുഷ്യർ സന്താനോൽപാദനവും കൂടി നടത്തിയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ജനസംഖ്യ പരവില്ലല്ലോ. സ്വാഭാവികമായി സന്താനോൽപാദനം കൂടെ നടത്തുന്നതിൻ്റെ ഭാഗമായി വന്യമൃഗങ്ങളുടെ ശല്യവും കായ്കനികളുടെ കുറവും വെള്ളത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അതിൻ്റെ പൊല്യൂഷൻ, അങ്ങനെ പല പല സാമൂഹികമായ ഭൗതികമായ കാരണങ്ങളാൽ മനുഷ്യൻ സഞ്ചാരികളായി. എന്നാണോ ആദ്യമായി മനുഷ്യർ സഞ്ചാരികളായത്, അന്നു മുതൽ അവർ പ്രകൃതിയെയും സമൂഹത്തെയും നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് സ്വാഭാവികമായി താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള നദീതീരങ്ങളിൽ അവരെത്തുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യമില്ല, വെള്ളം ധാരാളമായി ഉണ്ട്, ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അവിടെ അവർ സ്ഥിരതാമസം ആരംഭിച്ചു. അങ്ങനെയാണ് നമ്മുടെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഹൊയാങ്ഹോയുടെയും സിന്ധുവിൻ്റെയും ഗംഗയുടെയും ഗോദാവരിയുടെയും കാവേരിയുടെയും വോൾഗയുടെയും എല്ലാ നദികളുടെയും തീരത്ത് മനുഷ്യവാസമുണ്ടാകുന്നത്. നദീതടങ്ങളെ, നദീതീരങ്ങളെ ദ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലെന്ന് പറയാൻ കാരണം അവിടെ സ്ഥിരതാമസമാക്കിയവർ അപ്പോഴും കുറച്ച് പേർ പോയിട്ടുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നൊമാഡുകളെപ്പോലെ, നൊമാഡ്സിനെ പോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികളായി പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേർ സ്ഥിരതാമസമായി. അവരാണ് കായ്കനികൾ തിന്നതിന് ശേഷം വലിച്ചെറിയുന്ന, ഇതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ കൃഷിയിലേക്ക് തിരിയുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ. കൊടുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അവർ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലയിലേക്കൊക്കെ വളർന്നു. ഡാമുകൾ കെട്ടി, കല്ലിൻ്റെ കണ്ടുപിടുത്തം, കല്ല് കൂർപ്പിച്ച് ശിലായുധം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇരുമ്പിൻ്റെ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നു, തീ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെയായി വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടി തൻ്റെ കൈവിരൽ തുമ്പൊന്ന് കമ്പ്യൂട്ടറിലെ കീബോർഡിൽ അമർത്തിയാൽ ഏത് വിജ്ഞാനവും താഴെ വരും എന്നുള്ള നിലയിൽ മനുഷ്യർ വളർന്നു. കരയിലേക്ക് വന്ന മനുഷ്യർ, നദീതീരങ്ങളിലേക്ക് വന്ന മനുഷ്യർ ഭൂമിക്കടിയിലും ആകാശവും പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുക്കളെയും ശൂന്യാകാശവും എല്ലാം പഠനവിധേയമാക്കി. അങ്ങനെ ഒരു വശത്ത് ഭൗതികമായ നേട്ടങ്ങളുണ്ടായി. കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലെത്തി, തീക്കൊണ്ടത്തിൽ നിന്ന് ആണവ റിയാക്ടറിലെത്തി. അതൊരു ധാര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ ചിന്താധാര കൊണ്ടും മേധാശക്തി കൊണ്ടും മനുഷ്യർ ശാസ്ത്രത്തിൻ്റെ യുഗങ്ങളിലേക്ക് കടന്നു. നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, വാദങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ ഭൗതികമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. അത് ഒരു യുഗം ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് സമാന്തരമായി ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആദിമ മനുഷ്യരിൽ ഒരു വിഭാഗം എന്താണ് മാനവൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം ഒരു അന്വേഷണ വിഷയമാണ്. രണ്ടാമത്, ഞാൻ ആരാണ്? അപ്പോഴാണ് അവർ ചില സിദ്ധാന്തങ്ങളിലെത്തുന്നത്. ഞാൻ
കേവലം ഒരു മനുഷ്യനെന്ന് പറയുന്നെങ്കിലും അതിൽ പഞ്ചഭൂതങ്ങളുടെ മണ്ണ്, വായു, ഭൂമി, മണ്ണ്, ഭൂമി, വായു, വെള്ളം, ആകാശം, തീ എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങളുടെ ഭാഗമാണ് മനുഷ്യരെന്നും കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നൊക്കെ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം അനുഭവവേദ്യമാകുന്നതെന്നും പഞ്ചകർമ്മങ്ങൾ മനുഷ്യനുണ്ടെന്നും ഒക്കെ ഉള്ള സിദ്ധാന്തങ്ങളിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ശരീരം മാത്രമല്ല മനുഷ്യൻ, പിന്നെ മനസ്സുകൂടി ഉണ്ടെന്ന് കണ്ടെത്തുന്നു. കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്ന അംശമുണ്ടെന്ന് കണ്ടെത്തുന്നു. കുറച്ചുകൂടി ഹയർലേറ്റീവ്, സൂപ്പർലേറ്റീവായിട്ട് മനുഷ്യൻ്റെ ചിന്ത കൊണ്ടുപോയപ്പോൾ അവർ സ്മൃതികളിലൂടെയും ശ്രുതികളിലൂടെയൊക്കെയാണ്, കേട്ടറിഞ്ഞും ഉള്ളിൽ നിന്നുള്ള അറിവിലൊക്കെയാണ് ഇത് പോകുന്നത്. അവർ സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടവരെത്തുന്ന ഒരു നിഗമനമാണ് മനുഷ്യൻ ഒരു ആത്മാവുണ്ട്, ഒരു 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 സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ആത്മ അംശം മനുഷ്യനുണ്ട്. അതാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ഇതൊരു കൺസെപ്റ്റാണ്, ഒരു ദാർശനികതയാണ്, തത്വചിന്തയാണ്. അങ്ങനെ മനുഷ്യന് ആത്മാവുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ആത്മാവുണ്ട്. മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനും മനസ്സുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ പരമാത്മാവ്, എറ്റേണൽ സോൾ എന്ന് വിളിക്കുന്നു, മറ്റത് ഇൻഡിവിജ്വൽ സോൾ. അങ്ങനെ ഒരു വിഷയം പോയിക്കൊണ്ടിരിക്കുന്നു. മറുവിഷയത്തിൽ യാജ്ഞവൽക്കരെയും ഗാർഗിയെയും പോലുള്ള അന്നത്തെ ഋഷീശ്വരന്മാരും മുനിമാരുമൊക്കെ സംവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ പ്രസിദ്ധമായൊരു സംവാദമാണ് യാജ്ഞവൽക്കനോട് ഗാർഗി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഗാർഗി, യാജ്ഞവൽക്കൻ വലിയ മുനിയാണ്. മുനിയോട് ചോദിക്കുന്ന ഒരു വലിയ സംവാദത്തിലാണ് ചോദിക്കുന്നത്. രാജാവ് ഒരുക്കിയിട്ടുള്ള സംവാദത്തിൽ ചോദിക്കുന്നുണ്ട്. എല്ലാം വലിയ മഹാന്മാരാണ് ഇരിക്കുന്നത്, ചുറ്റും പണ്ഡിതന്മാരാണ്, അവരുടെ സദസ്സിലാണ് ഈ ചർച്ച. അപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഓതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം നിലനിൽക്കുന്നത് എന്തിലാണ്? അപ്പോൾ വെള്ളത്തിലാണ്, വെള്ളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ജീവനുണ്ടായതും വെള്ളത്തിലാണെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ അംശമെല്ലാം ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളമാണ് പ്രധാനം, ജലം. അപ്പോൾ ചോദിക്കും, ജലം എവിടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? അത് വായുവിലാണ്. വായു എവിടെ? ആകാശത്തിലാണ്. ആകാശം സൂര്യൻ, സൂര്യൻ എവിടെയാണ്? അന്തരീക്ഷം. ഇങ്ങനെ പറഞ്ഞ് പോയി, പഞ്ചലോഹങ്ങളൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ അവസാനം ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകത്തെ എന്ത് പേര് പറയാം? എല്ലാം കൂടി ചേർത്ത്, ഓരോന്നോരോന്ന് വെള്ളം, വായു, മണ്ണ്, ആകാശം, ഇങ്ങനെ ഭൂമി എന്നൊക്കെ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഒരു എല്ലാം കൂടി ചേർത്ത് ഒരു പേര് പറയാവോ എന്ന് പറയുമ്പോഴാണ് ബ്രഹ്മം എന്നൊരു പേര് പറയുകയും അതെല്ലാറ്റിനും കൂടി ചേർത്ത് പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു ഭൗതിക വാക്കാണെങ്കിൽ, യൂണിവേഴ്സ് എന്ന് പറയുന്നൊരു ഭൗതിക വാക്കാണെങ്കിൽ, സ്പിരിച്വൽ ലൈനിൽ പറയുന്ന, ആത്മീയ തലത്തിൽ പറയുന്ന ഒരു വാക്കാണ് ബ്രഹ്മം. അപ്പോൾ ഇത് സകലതും അതിൻ്റെ ബ്രഹ്മത്തിൻ്റെ അംശമാണ് മനുഷ്യനും. ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സിൻ്റെ അംശമാണ് മനുഷ്യൻ്റെ മനസ്സും എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ഇനിയാണ് അടുത്ത കഥയിലേക്ക് കയറുന്നത്, സനാതനത്തിലേക്ക് കയറുന്നത്. മനുഷ്യൻ ഒരു വശത്ത് ദുഃഖമുണ്ട്, ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല. മനുഷ്യനാണെങ്കിൽ ആനന്ദം കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. ജീവൻ്റെ ലക്ഷ്യം, ജീവൻ്റെ മുക്തിയാണ്, ആനന്ദം കണ്ടെത്തലാണ്. അങ്ങനെയാണ് അടുത്ത് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഉള്ളത് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനം. ഉള്ളത് എന്ന് പറഞ്ഞാൽ സത്യം. അപ്പോൾ സത്യം അറിയണം. അങ്ങനെ കുറേ കണ്ടീഷൻസിനെ എടുത്തു മനുഷ്യർ പഠിക്കാൻ. ആ എല്ലാ കണ്ടീഷനെയും കൂടെ എടുത്തപ്പോൾ അതിനെ സനാതനമെന്ന ഗ്രൂപ്പ് ചെയ്തു. സനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യവും, എല്ലാ കാലവും, ഇന്നലെ, ഇന്ന്, നാളെ എന്നൊന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാ കാലവും അനാദികാലം നിലനിൽക്കുന്നതാണ് സനം. ധനം എന്ന് പറഞ്ഞാൽ, തനം എന്ന് പറഞ്ഞാൽ ഉള്ളത്. അപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഉള്ളത്, എല്ലാ കാലവും നിലനിൽക്കുന്നത്, എല്ലാ കാലവും നിലനിർത്തേണ്ടത് എന്നൊരർത്ഥത്തിലാണ് സനാതനം എന്ന വാക്ക് വന്നത്. ഇതിന് തന്നെ മറ്റൊരു കാര്യമുണ്ട്. പിന്നെ അത്യധനം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളത്, പൂർവ്വധനം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നത്, ആഗമധനം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. അപ്പോൾ സനധനം എപ്പോഴും നിത്യവും ഉള്ളത്, ഇതാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം ഉണ്ടായത്. ധരിക്കേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്, കൂടെ കൊണ്ടുപോകേണ്ടത്, താങ്ങി നിർത്തേണ്ടത്, താങ്ങേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ധർമ്മം, ടു അപ്ഹോൾഡ് എന്നാണ്. അപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വന്നു. അപ്പോൾ സനാതനധർമ്മം എന്നുമുള്ളത്, ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താണ്? ധാതു. അപ്പോൾ എന്താണ് ഉയർത്തിപ്പിടിക്കേണ്ടത്? ക്ഷമ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കണം. സത്യം മനുഷ്യൻ ഉയർത്തിപ്പിടിക്കണം. ദമം, ശൗചം, ദാനം, ഇന്ദ്രിയ നിഗ്രഹം, വിദ്യ, അക്രോധം,
ക്രോധമില്ലാത്ത അവസ്ഥ, ഇവയൊക്കെ ഉയർത്തിപ്പിടിക്കണം. മാത്രം പോരാ, കുറേ അധികം കാര്യങ്ങൾ കൂടി മനുഷ്യനും കൊണ്ടുപോകണം. നിത്യമായിട്ടുള്ളതാണത്. അതെന്തൊക്കെയാണ്? സത്യം, നീതി, ന്യായം, അഹിംസ, കരുണ, കാരുണ്യം, സഹാനുഭൂതി, സഹകരണം, സഹിഷ്ണുത, ഇങ്ങനെ തുടങ്ങിയ കരുതൽ, കാരുണ്യം, സ്നേഹം, പ്രണയം, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം മൂല്യങ്ങളിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ മാത്രമല്ല. ഈ പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കുന്നത് പരസ്പര സഹായത്തിൻ്റെയും പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും പരസ്പര സഹിഷ്ണുതയുടെയും ഒന്നൊന്നിനെ കീഴ്മേൽ മറിച്ച് കൃത്യമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താത്തതിൻ്റെയും ഒക്കെ പുറത്താണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്, മാനവരാശിക്ക് നിൽക്കാൻ പറ്റുന്നത്. സത്യമെന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഉള്ളത് അതാരും കണ്ടുപിടിച്ചതല്ല, ആരും കൊണ്ടുവന്നതല്ല, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല, നശിപ്പിക്കാൻ കഴിയും. ഇവിടെ ഉള്ളത്, അതാണ് സത്യമെന്ന് പറയുന്നത്. ഇപ്പോൾ പകലാണിപ്പോൾ ഇവിടെ ഉള്ളത്, രാത്രി ഇപ്പോൾ ഇല്ല, പിന്നെ വരികയുള്ളൂ. അപ്പോൾ ഉള്ളത് എന്താണ്? സത്യം. ഞാനിങ്ങനെ കൈ ആക്കുന്നു, ഇത് ഇങ്ങനെ ആക്കുകയാണ്, ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളത് ഏതാണ്? ഇങ്ങനെ ഇരിക്കലാണ്. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നതാണ് ഉള്ളത്. അല്ല, ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നില്ല. അപ്പോൾ രണ്ടും എന്താണോ അപ്പോഴുള്ളത്? എല്ലാ കാലവും ഉള്ളത്. ഇതാണ് സനാതനമായ സത്യം. ഈ സത്യം ഉയർത്തിപ്പിടിക്കണം. എവിടെ? ടു അപ്ഹോൾഡ് മൈൻഡിൽ, മനുഷ്യ ശരീരത്തിൽ, മനുഷ്യൻ്റെ മനസ്സിൽ ഈ ധർമ്മങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നത് വൈദികന്മാർ പറഞ്ഞ് വികസിപ്പിച്ചത് കൊണ്ട് വേണമെങ്കിൽ വൈദിക ധർമ്മം എന്ന് പറയാം. മുസ്ലിം ക്രിസ്ത്യൻ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ആ സത്യത്തിൻ്റെ കുറിച്ചൊക്കെ ഒരുപാടാണ് ബൈബിളൊക്കെ പറയുന്നത്, ഖുറാനിലൊക്കെ പറയുന്നത്. പക്ഷേ അത് മറ്റൊരു സ്ട്രീമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു മൊത്തം കുത്തക ഒരു ഹോൾസെയിലറായിട്ട് ആർക്ക് പറയാം? വേണമെങ്കിൽ ഹിന്ദു മതത്തിന്, വൈദിക ധർമ്മത്തിനും ഹിന്ദു ധർമ്മത്തിനും അവകാശപ്പെടാം. എന്നാൽ മറ്റതിലൊക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇതേ കാര്യം തന്നെ മറ്റതിലൊക്കെ പറയുന്നുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അയൽക്കാരൻ്റെ സ്വത്ത് ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയല്ലേ. അപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണമൊന്നുമല്ല. മാനവരാശിക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ ആനന്ദം കണ്ടെത്തുന്നതിന്, സമൂഹത്തിലെ കുടുംബമാണെങ്കിൽ കുടുംബത്തിലെ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നതിന്, ഒരു സമൂഹമാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ നീതിയും ഗുണവും കിട്ടുന്നതിന്, ഒരു സമൂഹവും ഒരു കുടുംബവും ഒരു വ്യക്തിയും പാലിക്കേണ്ടുന്ന, മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഉത്തരവാദിത്വമെന്നോ അല്ലെങ്കിൽ കടമയെന്നോ അല്ലെങ്കിൽ ഘടകങ്ങളെന്നോ അല്ലെങ്കിൽ കൂടെ ചേർത്ത് കൊണ്ടുപോകേണ്ട കുറേ കാര്യങ്ങളെയാണ് ഈ സനാതന ധർമ്മം എന്ന വാക്ക് പറയുന്നത്. സനാതനം ഒരിക്കലും നശിച്ചു പോകാത്ത, ഉള്ളതും നശിച്ചു പോകാത്തതുമായ കാര്യങ്ങളെ കൂടെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതിലെവിടെയാണ് ഹിന്ദുത്വം വരുന്നത്? എവിടെയാണ് അതിനകത്ത് സംഘം വരുന്നത്? ചാണകം, RSS, സംഖ്യയൊക്കെ വരുന്നത് ഒന്നും അതിനകത്തില്ല. അതൊന്നും ഇതിൻ്റെ ഭാഗമേ അല്ല, അതൊക്കെ മറ്റൊരു സ്ട്രീമാണ്. അപ്പോൾ അതിനെ പറഞ്ഞ് BJP അല്ലെ RSS, സംഘപരിവാർ അല്ലെ ഇങ്ങനെ ഹിന്ദുത്വം, ബ്രാഹ്മണിക്കൽ, ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകൾ പറഞ്ഞിട്ട് ഇതിനെയും കൂടെ കൂട്ടിക്കെട്ടരുത്. അത് അതിൻ്റെ വഴിക്ക് പോകണം, ഇതിൻ്റെ വഴിക്ക് പോകും. ഇതിനെ സംബന്ധിച്ചിടത്തോളം, സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, അത് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഇനി യുക്തിവാദിക്കോ ശാസ്ത്ര നിരീക്ഷകർക്കോ ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും ഉള്ളതല്ല, എന്നാൽ എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഇതില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. സത്യവും നീതിയും ന്യായവും കരുണയും കാരുണ്യവും സഹാനുഭൂതിയും സഹകരണവും സഹവർത്തിത്വവും പരസഹായവും ഒന്നുമില്ലാതെ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അതിൻ്റെ പേരാണ് സനാതനധർമ്മം. ഇനി ഇത് തന്നെ പല ഇതുണ്ട്. ഭാര്യയായിരിക്കുമ്പോൾ ഒരു ധർമ്മമുണ്ട്, ഭർത്താവായിരിക്കുമ്പോൾ മറ്റൊരു ധർമ്മമുണ്ട്, രാജാവായിരിക്കുമ്പോൾ മറ്റൊരു ധർമ്മമുണ്ട്, ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഒരു ധർമ്മമുണ്ട്, വിദ്യാർത്ഥിയായിരിക്കും. അത് വ്യാവഹാരിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ വ്യവഹരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന മണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ, കുഞ്ഞു മുതൽ സീനിയർ സിറ്റിസൺ വരെ അവർക്ക് ഓരോ തരത്തിലുള്ള ധർമ്മമുണ്ട്. ഓരോ കാര്യങ്ങളെ അപ്ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്, അവർ എടുത്തു വയ്ക്കേണ്ടതുണ്ട്, കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓഫീസിലൊക്കെയാണ് കൃത്യനിഷ്ഠ, സ്കൂളിലാണെങ്കിൽ കൃത്യനിഷ്ഠ, അച്ചടക്കം, ഇങ്ങനെ കുറേ കാര്യങ്ങളൂടെ ഇതിനകത്ത് കയറി വരും. അപ്പോൾ മനുഷ്യന് നന്മയുണ്ടാകുന്നതിന് വേണ്ടി, മനുഷ്യന് രണ്ട് കാര്യങ്ങളെ മനുഷ്യന് വിഷയമുള്ളൂ. ഒന്ന്, കൂടുതൽ നന്മയുണ്ടാവണം. 3 കാര്യങ്ങളുണ്ട് കേട്ടോ. കൂടുതൽ നന്മയുണ്ടാവണം,
മുമ്പോട്ട് യാത്ര ഉണ്ടാകണം. അതിനകത്ത് സമ്പത്ത്, അധികാരം എല്ലാം വരും നന്മയ്ക്കകത്ത്. 2 എന്ന് പറയുന്നത് ആനന്ദമുണ്ടാകണം. 3 എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടായിട്ടൊരു സമാധാനമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. നല്ല ആനന്ദമുണ്ട്, നല്ല പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമില്ല. നാട്ടിൽ കലാപമാണ്, അല്ലെങ്കിൽ വീട്ടിൽ കലാപമാണ്, ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. സമാധാനം വരും. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള 3-4 കണ്ടീഷൻസാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായൊരു അറിവ്, അത് പിന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം, പഠിക്കാനുള്ള സാഹചര്യം, ജോലി ചെയ്യാനുള്ള സാഹചര്യം, അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷിക്കാനുള്ള സാഹചര്യം, പിന്നെ അത് നിലനിൽക്കാനുള്ള, സുരക്ഷിതമായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം. ഇതെല്ലാം ഉറപ്പ് വരുത്തണമെങ്കിൽ മനുഷ്യർ സനാതനധർമ്മം കൊണ്ടുപോയേ പറ്റൂ. അതിൽ നിന്ന് മാറിയാൽ ചാവോസ് ഉണ്ടാക്കും, സംഘർഷമുണ്ടാക്കും, അനാർക്കിയാവും. അത് ഒരു സമൂഹത്തിലും അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മാറി നിൽക്കുന്ന സമൂഹമാണ് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ തമ്മിൽ തെല്ലുന്നത്. അതില്ല. ഈ പറയുന്ന കണ്ടീഷൻസ്, ഞാനീ പറഞ്ഞ സത്യം മുതൽ അഹിംസ മുതലുള്ള 10-20 കണ്ടീഷൻസ് മനുഷ്യ മനസ്സിൽ അപ്ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു സമാധാനവും സുരക്ഷയും സ്നേഹവും ആനന്ദമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് പറയുന്ന ഈ 10-20 കാര്യങ്ങൾ മനുഷ്യർ മനസ്സിലോട്ട് കൊണ്ടുപോകണം. ടു അപ്ഹോൾഡ് ചെയ്യണം. അത് ധർമ്മമാണ്, അത് അപ്ഹോൾഡ് ചെയ്യേണ്ടതാണ്, ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, കൂടെ ചേർക്കേണ്ടതാണ്, ഉൾക്കിച്ചേർക്കേണ്ടതാണ് എന്നുള്ള കൺസെപ്റ്റിൽ ഇത് വച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ രസകരമായിരിക്കും. ഒരു കാരണവശാലും ഇത് എന്ത് ചെയ്യലല്ല, ഇത് ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ മന്ത്രവാദവുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ഇത് പ്യുവർലി മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള മോട്ടിവേഷൻ. 1. 2 എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അവൻ ആനന്ദവും സന്തോഷവും കണ്ടെത്തണം. പിന്നെ വളരെ സുരക്ഷിതമായി അവന് സമൂഹത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണം. അങ്ങനെ നാട്ടിലോ സമൂഹത്തിലോ സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പല കണ്ടീഷൻസും ആവശ്യമുണ്ട്. ആ കണ്ടീഷനുകളെയാണ് നമ്മൾ ഈ ധർമ്മത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരു നാസ്തികനോ അല്ലെങ്കിൽ ഒരു യുക്തിവാദിക്കോ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ കള്ളന്മാരായിരിക്കും, കൊള്ളക്കാരായിരിക്കും. കാരണം കള്ളനും കൊള്ളയാണെങ്കിൽ പിന്നെ സത്യത്തിൻ്റെ അംശം ഇല്ലല്ലോ. അപ്പോൾ തിരിച്ചാണെങ്കിൽ അവർ സത്യത്തിൻ്റെ അംശമുള്ളവരാണെങ്കിൽ, ശരിയുടെ അംശമുള്ളവരാണെങ്കിൽ, നന്മയുടെ അംശമുള്ളവരാണെങ്കിൽ, കാരുണ്യത്തിൻ്റെ അംശമുള്ളവരാണെങ്കിൽ, സഹിഷ്ണുതയുടെ അംശമുള്ളവരാണെങ്കിൽ, സഹകരണത്തിൻ്റെ അംശമുള്ളവരാണെങ്കിൽ, മറ്റൊരാളുടെ ദുഃഖം അറിയുന്ന മാനസികാവസ്ഥ ഉള്ളവരാണെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരാണെങ്കിൽ, അവരുടെ ദുഃഖം സംഗീതം പോലെ കേൾക്കുന്നവരാണെങ്കിൽ, അവരുടെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്നവരാണെങ്കിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവരെ സനാതനികൾ അല്ലെങ്കിൽ സനാതനധർമ്മം പഠിച്ചവർ, അറിഞ്ഞവർ എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇത് കേവലം ഒരു വൈദികമായിട്ടുള്ള ഏതെങ്കിലും മതത്തിൻ്റെ ഒരു വിഷയമല്ല. മതാതീതമായി മാനവരാശിക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരുപാട് തത്വങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അത് പഠിച്ചാൽ വളരെ മനോഹരമായി നമുക്ക് കൂടുതൽ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ശാന്തിയോടെ തന്നെ ജീവിക്കാൻ പറ്റും.